വായിൽ പഴവുമായിരിക്കുന്ന KSRTC യൂണിയൻ നേതാക്കൾ. ഒരു സഹപ്രവർത്തകൻ, അദ്ദേഹം താൽക്കാലിക ജീവനക്കാരനോ സ്ഥിര ജീവനക്കാരനോ ആയിക്കോട്ടെ, അന്തംഗമ്മികൾ സംഘം ചേർന്ന് പിച്ചിക്കീറുന്നത് കണ്ട് വായിൽ പഴവും തിരികിയിരിക്കുന്ന യൂണിയൻ നേതാക്കളാണ് ഈ പ്രസ്ഥാനത്തിന്റെ ശാപമെന്നും അഭിപ്രായപ്പെടുകയാണ് KSRTCയിലെ ഒരു ജീവനക്കാരനായ സുമേഷ്. സത്യമല്ലേ? യാതൊരു തെറ്റും ചെയ്യാത്ത യദുവിനെ തിരിച്ചെടുക്കാതെ ഡ്രൈവറുടെ ജോലി തടസ്സപ്പെടുത്തിയ, നടുറോഡിൽ അദ്ദേഹത്തെ അപമാനിച്ച മേയറും MLAയും മാപ്പ് പറയാതെ സംസ്ഥാനത്ത് ഒരൊറ്റ KSRTC ബസ്സും നിരത്തിലിറക്കുകയില്ല എന്ന് പറയുവാൻ ആർജവമുള്ള ഒരു യൂണിയൻ നേതാക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ യദുവിന് ഇന്നീ കാണുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു. തൻ്റേതല്ലാത്ത കാരണത്താൽ യദു ജോലിക്ക് പോയിട്ട് ഇന്നേക്ക് 16 ദിവസങ്ങൾ കഴിയുന്നു. യദുവിന് യാതൊരു വരുമാനവുമില്ല. എന്നാൽ മേയറും MLAയും ആ പദവിയിൽ തുടരുന്നു. ശമ്പളവും ബാറ്റയും മറ്റ് ആനുകൂല്യങ്ങളുമെല്ലാം മുറപോലെ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഇതിനൊരു പരിഹാരം കാണുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ നിരത്തിലേക്ക് ഇറങ്ങേണ്ടുന്ന അവസ്ഥയുണ്ടാകും. ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. ട്രേഡ് യൂണിയൻ, വിശേഷിച്ചും അംഗീകാരമുള്ള ഒരു ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയ്ക്ക് ഡ്രൈവേഴ്സ് യൂണിയൻ നടത്തുന്ന യദുവിനെ ഡ്യൂട്ടിയിൽ പുനഃപ്രവേശിപ്പിക്കുക എന്ന് പറഞ്ഞ് നടത്തുന്ന ഈ ഒരു സംരംഭത്തെ, ഒരു സമരത്തെ KSRTCയിലെ ജീവനക്കാരെല്ലാവരും വളരെ 2 കൈയല്ല 3 കൈയുണ്ടെങ്കിൽ അതും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്. ആത്മാഭിമാനം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഈ ജീവനക്കാരുടെ മുന്നിലേക്ക് ഇതുപോലുള്ള പ്രവൃത്തികൾ തന്നെയാണ് ആശ്വാസകരമായിട്ട് കടന്നു വരേണ്ടത്. മഹാഭാരതത്തിലൊരു കഥാപാത്രമുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും, കർണൻ. എല്ലാവരും സൂതപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച് പരിഹസിച്ച് തള്ളിക്കളഞ്ഞപ്പോൾ ആ കൊട്ടാര സദസ്സിൽ വെച്ച് ഇതെൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് കൈപിടിച്ചു കൊണ്ടുപോയ ദുര്യോധനു വേണ്ടി മരണം വരെ പോരാടിയ കർണൻ്റെ ഒരു അവസ്ഥയിലാണ് വാസ്തവത്തിൽ ഇന്ന് KSRTC ജീവനക്കാർ നിൽക്കുന്നത്. അതിൻ്റെ ഒരു പ്രതീകമാണ് യദു. ആ യദുവിന് വേണ്ടിയിട്ട് വാസ്തവത്തിൽ ഞാൻ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ ചെറിയൊരു അഭിപ്രായക്കേട് പറയുകയാണ്. അത് നിങ്ങളുടെ കുറ്റമല്ല. ഇത് എല്ലാ ട്രേഡ് യൂണിയനുകളും ഒരുമിച്ച് ചേർത്തിട്ടായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതും ചെയ്യേണ്ടത് നിങ്ങളെപ്പോലെ ഒരു സംഘടനയല്ല. കാരണം നിങ്ങളുടെ അംഗബലം എത്രയാണെന്നും കഴിവ് എത്രയാണെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എങ്കിലും നിങ്ങളുള്ള കഴിവും ഈ പ്രവൃത്തി ബലങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങളെക്കാൾ വലിയവരായ ആളുകൾ, നമ്മുടെ പഴയ MD പറഞ്ഞ പോലെ പുണ്ണാക്കന്മാരായിട്ട് പാർട്ടിക്കാരെ കണ്ട് പേടിച്ച് വാലും ചുരുട്ടി മൂട്ടിലിരിക്കുമ്പോൾ ശക്തമായ രീതിയിൽ പുറത്തിറങ്ങി വന്ന് നിങ്ങൾ ചെയ്തല്ലോ. എല്ലാ യൂണിയൻകാരും കൂടെ ഇന്ന് ഒരുമിച്ച് നിന്നുകൊണ്ട് യദുവിനെ അകത്ത് കയറ്റിയാലേ, തെറ്റ് ചെയ്യാത്ത യദുവിനെ അകത്ത് കയറ്റിയാലേ ഇന്ന് വണ്ടി പുറത്തിറങ്ങൂ എന്ന് പറയേണ്ട ഒരു കാലഘട്ടമൊക്കെ പണ്ട് KSRTCയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പാർട്ടിക്കാർക്കും അതുമാതിരി സ്വന്തം ആവശ്യങ്ങൾക്കും വേണ്ടി ക്ഷൗരം ചെയ്യുന്ന പണി തെറ്റാന്നല്ല, അത് ഒരു നല്ല പ്രൊഫഷനാണ്. പക്ഷേ മലയാള ഭാഷയിലെ പ്രയോഗമുണ്ട്, ചെരയ്ക്കാൻ പോകുന്ന ആളുകളായി മാറിക്കഴിഞ്ഞു. ബാക്കിയുള്ള ആളുകളുടെ പ്രതികരണം ഒന്നും കണ്ടിട്ടില്ല, ഒരുത്തിന് ഇതിനകത്ത് മുന്നോട്ട് വന്നിട്ടില്ല. യദുകൃഷ്ണൻ ചെയ്ത തെറ്റെന്താണ് നമ്മുടെ മുന്നിൽ ലൈവായി കാണുന്നു. പക്ഷെ ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള ഫാസിസ്റ്റ് ഭരണകൂട ഭീകരത അയാളെ കുറ്റപ്പെടുത്തുന്നു. ഇത് നമ്മൾ കാണുന്നില്ലേ? ഈ അയാളുടെ ഭാഗ്യം കൊണ്ടല്ലേ ഈ CCTV മൊബൈൽ ഫോണും ഇല്ലാത്തൊരു കാലഘട്ടമാണെങ്കിൽ ഇന്ന് യദുകൃഷ്ണൻ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അകത്ത് കിടന്നേനെ. ഇന്ന് കേരളത്തിന്റെ മനസാക്ഷി മുഴുവൻ യദുകൃഷ്ണനൊപ്പം നിൽക്കുന്നുണ്ട്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, നാണം കെട്ട നാറിയ കേരളത്തിലെ KSRTCയിലെ തൊഴിലാളി യൂണിയൻ ഇപ്പോഴും പൂർണ്ണമായിട്ട് യദുവിനൊപ്പമില്ല. ഒരു രാഷ്ട്രീയമൊക്കെ പിന്നെ നമ്മുടെ സഹപ്രവർത്തകൻ അയാൾ ചെയ്യാത്ത തെറ്റിനാണ് ശിക്ഷിക്കപ്പെടുന്നത്. പണ്ടൊരു പെൺകുട്ടി വൈക്കത്തുനിന്ന് കണ്ടക്ടറായ പെൺകുട്ടി പ്രതിഷേധം പോസ്റ്ററായിട്ട് നെഞ്ചത്തെ ഒട്ടിച്ചു വെച്ച് ഡ്യൂട്ടി എടുത്തപ്പോൾ അതിനെ സസ്പെൻഡ് ചെയ്ത കേസ് ഇതേ രീതിയിൽ നാണം കെട്ട് ഇവിടുത്തെ സർക്കാർ പിൻവലിച്ചില്ലേ? ഇതും പിൻവലിപ്പിക്കണം. അതിനുള്ള ചങ്കൂറ്റവും ധൈര്യവും സംഘടനാ ബലവുമാണ് വേണ്ടത്. ഇതൊന്നുമില്ലേ പിന്നെ പിരിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണോ? ഇതിനൊക്കെ നല്ലത് ലോട്ടറി വിറ്റ് ജീവിച്ചൂടെ, അല്ലെങ്കിൽ വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്നുള്ളതാണ് ഇതിൽ പങ്കെടുക്കാതിരിക്കുന്നവരോട് ചോദിക്കുന്നത്. ഡ്രൈവേഴ്സ് യൂണിയൻ ഈ ഒരു പ്രവൃത്തി നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും ഞങ്ങൾ ജീവനക്കാരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ അർപ്പിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് കേരളത്തിലെ അവരെ കൊണ്ട് കേസെടുപ്പിക്കാത്തതിനും മറ്റേനും മറിച്ചനും ഒന്നല്ല. ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യട്ടെ, അവിടേക്ക് വരട്ടെ. ജീവനക്കാരൻ്റെ അഭിമാനബോധത്തെ തൊട്ടുണർത്തുന്ന, അവന് കൈ കൊടുക്കുന്ന, ചവിട്ടിത്തേക്ക് നിലത്ത് കിടക്കുന്ന അവന് കൈ കൊടുത്ത് എണീപ്പിക്കാൻ കഴിയുന്ന നിങ്ങളുടെ ഈ പ്രവൃത്തിക്ക് എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. വ്യക്തിപരമായി തന്നെയാണ് ഈ പറയുന്നത്. ഏത് രീതിയിലെടുത്താലും കുഴപ്പമില്ല. എന്തായാലും ഇതൊരു KSRTC ജീവനക്കാരെന്നുള്ള നിലയ്ക്ക് വ്യക്തിപരമായാലും ഏത് രീതിയിലെടുത്താലും അഭിനന്ദനം അറിയിക്കുകയാണ്. ഡ്രൈവേഴ്സ് യൂണിയനിൽ ഭാവിയിലും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവണം. ജീവനക്കാരുടെ മനസ്സിൽ എല്ലാ ട്രേഡ് യൂണിയനെ കുറിച്ചും ഒരു നിരാശയും മരവിപ്പുള്ള ഈ കാലത്ത് ഇതുപോലുള്ള പ്രവർത്തികളിൽ കൂടെ അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. ഇനിയും നമുക്ക് നമ്മുടെ സംഘടിതമായ ആ ശക്തിയുടെ സുവർണ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ. നമ്മുടെ നേതാക്കന്മാർ പലരും പാർട്ടി ഓഫീസിലെ തൊടലിൽ കിടക്കുന്ന പട്ടികളായി മാറുമ്പോൾ, അവർക്ക് വേണ്ടി ആ പാർട്ടിക്ക് വേണ്ടി കുറയ്ക്കുന്നവർ മാത്രമായിട്ട് മാറുമ്പോൾ, ഇത് ജീവനക്കാർക്ക് വേണ്ടി പ്രതികരിക്കുന്ന നിങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ബാംഗ്ലൂരിനാണ് വിളിക്കുന്നത്.
എന്റെ പേര് നന്ദകുമാർ. ഒരു വളരെ ബുദ്ധിമുട്ടായ ഒരു ഇതാണ്. ഞാനും ബസ് ഓടിച്ച് ഇവിടുന്ന് ടൂറിസ്റ്റ് ബാംഗ്ലൂർ ട്രിവാൻഡ്രം ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ സാർ ഈ ട്രാഫിക്കിലെല്ലാം ഓടിയെത്തുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു മനുഷ്യരോട് അങ്ങനെ ചെയ്യാനൊന്നും തോന്നുകയല്ല. പക്ഷെ ഇവരൊക്കെ കാണിക്കുന്ന നീച്ചത്തിന് ഭയങ്കര ഇത് കൊടുക്കണം സാറേ. അവർക്കൊക്കെ നല്ല ശിക്ഷ വാങ്ങിക്കൊടുക്കണം സാറേ. പിന്നെ ഓരോരുത്തരോരുത്തർ അവനെ മാത്രം കുറ്റം പറയുന്നു. എല്ലാവരും ചോദിക്കുന്നത് കേട്ടോ, അവനൊരു ക്രിമിനൽ കേസിലെ പ്രതിയല്ലേ, അവനെയൊക്കെ എങ്ങനെ ജോലി കൊടുക്കുന്നെന്ന്. അപ്പൊ ഇവരൊക്കെ ക്രിമിനൽ അല്ലേ സാർ? അല്ല, ഇവൻ കൈ കൊണ്ട് ഏതോ ആംഗ്യം കാണിച്ചു, അല്ല അത് ഏതോ സ്ത്രീകൾ വിരുദ്ധമായ പരിപാടി കാണിച്ചെന്ന് ചോദിക്കും. അതിനൊക്കെ പച്ചക്കായിട്ട് ഓരോ പിള്ളേരെ പിടിച്ച് ചെയ്യുന്നതിന് അതൊന്നൊരു തെറ്റല്ലേ സാറേ? നമ്മുടെ ഗവൺമെന്റ് എന്നാ നടപടി എടുത്തിട്ടുണ്ട് സാറേ? മുകുന്ദൻ, ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ആ യദുവിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ നല്ല സഹായങ്ങൾ ചെയ്യണം. ഇതേമാതിരി ഞങ്ങളൊക്കെ നാട്ടിലൊക്കെ ഉള്ളവരാണ്. നിങ്ങളൊക്കെ അവിടെ ഇരുന്നിട്ട് നിങ്ങളൊക്കെ പഠിച്ച ആൾക്കാരാണ്, ലോകത്തിലെല്ലാം വലിയ ആൾക്കാരാണെന്നും പറഞ്ഞിട്ട് കേരളത്തിലുള്ള ആൾക്കാരെ, ഞങ്ങളെമാരുള്ളവരെ, ഞങ്ങളൊക്കെ അവിടുന്ന് വിട്ടുവിടെ വന്നിട്ടേ ഇനി നിങ്ങളൊക്കെ അവിടെയൊക്കെ ജീവിക്കാണ് ഭയങ്കര കഷ്ടമാണ്. ഇനി മക്കളെ, എനിക്ക് 70 വയസ്സായി. ഞാൻ വന്നിട്ട് അവിടുന്ന് നിന്നിട്ട് 55 കൊല്ലമായി. ഈ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഞങ്ങളെമാരുള്ള ആൾക്കാർക്ക് ഇവിടുത്തെ കാണുമ്പോഴും സഹിക്കാനും വയ്യ. നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യണം. ഇനിമേലെ അവരുടെ ഈ അട്ടഹാസങ്ങളൊന്നും അവിടെ നിർത്തിക്കണം. എനിക്ക് എൻ്റെ മക്കളൊക്കെ അവിടെയൊക്കെ ഉണ്ട്. എനിക്കൊക്കെ പേടിയാണ് ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് എന്താ അവിടെ നടക്കണമെന്ന്. പണ്ട് ഈ മോഹൻലാലിൻ്റെ ഒരു സിനിമ റിലീസല്ലേ, ബട്ടർഫ്ലൈസ് എന്നുള്ള സിനിമ. അതിൽ ഒരു താക്കോലെടുക്കുന്ന സീനുണ്ട്. ഒരു പെണ്ണിനെ കമത്തി പിടിച്ച് കൊലുക്കുമ്പോൾ താക്കോലങ്ങ് ചാടിപ്പോരും. എന്നപോലെ ഈ മേയറിനെ എങ്ങനെ അങ്ങ് എടുത്തിട്ട് അങ്ങ് കാമത്തി അങ്ങ് പിടിച്ചിട്ട് 5-6 കുലുക്ക് കുലുക്കുമ്പോൾ ചിലപ്പോൾ എവിടെ നിന്നെങ്കിലും ചാടി വരുമായിരിക്കും അത്. എൻ്റെ പേര് ജാഫർ, കണ്ണൂരിനാണ്. സാധാരണ ഞാനൊരു ഡ്രൈവറാണ്. ശരിക്കും പറഞ്ഞാല് ഒരു പാസഞ്ചർ ഒരു അൺസ്റ്റോപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേസ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ 20,000 30,000 ഫൈന് വരെ ഈടാക്കുന്നു. ഈ 15 യാത്രക്കാർ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല? അതൊരു നിയമപരമായിട്ടുള്ള കുറ്റമല്ലേ? വലിയ പദവിയിലിരിക്കുന്ന ആരോ എന്തോ ആയിക്കോട്ടെ, ഇത് ആർക്ക് പൊതുസ്വത്തായിട്ട് കിട്ടിയത് കാര്യമൊന്നല്ല. എല്ലാ ജനങ്ങളാണ്. ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞാല് ഒരു യന്ത്രം പോലത്തെ ഒരു മനുഷ്യനാണ്. ആ ഡ്രൈവറെ ഒരു കളിയാക്കാനോ അല്ലെങ്കിൽ ഒരു കുറ്റപ്പെടുത്താനോ, ആ ഡ്രൈവറെ അതിൽ വിധിക്കപ്പെടാനോ, ഡ്രൈവറെ പട്ടിണിയാക്കാനോ അതിനൊന്ന് ഈ ജനാധിപത്യ രാജ്യത്ത് ആർക്കും ഒരു നിയമം പറഞ്ഞതല്ല. കണ്ണൂർക്കാരനാണ്. ഇത് ശരിയാണോ സാറേ പറയുന്നത്? നമ്മളെ കയ്യിൽ ഒരു കുന്തുകൊണ്ട് വെച്ചിട്ട് ഒരുത്തരെ കുത്തിയിട്ട് അത് എൻ്റെ ഒരു പദവിയാണ്, അവനത് കോടതി വെറുതെ വിടുന്ന, ഞാൻ നിയമപരമായിട്ട് ചിന്തിക്കുന്ന ഒരു കോടതിനെ പോലും വിമർശിക്കുന്ന ഈ രാജ്യം ഇനി എന്തിനാ കൊള്ള? ഒരു കൊഴിഞ്ഞു വീണ് ഇലപോലമായി പോയില്ലേ? ഭരിക്കുന്ന അയാൾ അങ്ങ് എവിടെയോ രാജ്യത്ത് പോയി. എന്നിട്ട് അതിനെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആരും ഇല്ല ലോകത്ത്. ഇല്ല, ഒരു ഡ്രൈവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ 36 കൊല്ലമായി വർഷം ഓടിക്കുന്നത്. ഞാൻ 2009 KSRTC ഡ്രൈവറാണ്. അത് ഒരു ഡ്രൈവറെ മേലിൽ ഇത്രയൊരു കുറ്റം ആയിരിക്കാൻ പാടില്ല. ആർക്കും ഒരു എന്തുണ്ടെന്ന് വെച്ചിട്ട് എത്ര പദവിയുള്ള ആളെ ഈ അടുത്തൊരു സ്റ്റേഷനിൽ പോയിട്ട് ഒരു റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം സോൾവ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. തോമസ് സ്ത്രീയൻ യദുവിന്റെ വിക്ഷേപണം നടത്തിയില്ലേ, അത് നല്ല കാര്യം. നമുക്കൊരു സംഘടനയായിട്ട് അവരുടെ സംരക്ഷണ സമിതിയായിട്ട് വെക്കണം. യദുവിന് വേണ്ടി സംരക്ഷണ സമിതി രൂപീകരിച്ച് അതിന് കേസ് നടത്താനും അവന് ഹെൽപ്പ് ചെയ്യാനും ഒരു ഫോറം ഉണ്ടാകണം. നല്ലതാണ്. അതായത് ഇവരുടെ അഹങ്കാരത്തിനെതിരെ യദുവിന് സംരക്ഷണ സമിതി വരുത്തണം. അഹങ്കാരിയായ സ്ത്രീയുടെ ഇതുകൊണ്ട് നമ്മളൊരു സംഘടന രൂപീകരിക്കുന്നതായിട്ട് പറഞ്ഞു. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പൊതുവായിട്ട് ഇടപെടുന്ന ഒരു സംഘടന ഉണ്ടാകുമെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം ഇവരെ ആരും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. സാറ് ഇത്രയൊക്കെ ഇത് വന്നോണ്ടാ മറ്റു ചാനൽ ഏറ്റി പിടിച്ചാൽ അവരും അനങ്ങയില്ല, ഒരിക്കൽ പവറിൽ പോകും. ഞാൻ പുതുപ്പള്ളിയുള്ള ഒരു പഞ്ചായത്ത് മെമ്പറൊക്കെ എനിക്ക് അറിയാം. പുനലൂർ നിന്നാ വിളിക്കുന്നത് സുഭദ്ര. ഒരു സാധാരണ വീട്ടമ്മയാ. ഈ യദുവിനെ നമുക്ക് ചാനലിൽ ഇരുന്ന് കുറച്ച് പേര് സപ്പോർട്ടും ചെയ്ത് പിന്നെ ആര്യ രാജേന്ദ്രനെ കുറെ കുറ്റവും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നാട്ടിൽ നീതി ഉണ്ടല്ലോ, ഇവളെ എന്തിനാ ഇങ്ങനെ വെച്ചേക്കുന്നേ? അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കുഞ്ഞിന് പോലും അറിയാം ആരുടെ കയ്യിലാ തെറ്റെന്ന്. ഈ ചാനലിൽ ഇരുന്ന് ഓരോരുത്തർ അയാളുടെ ഭാഗം ശരിയാണെന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. നാട്ടുകാരെ, നമ്മള് ജനങ്ങളാണ് ഇവിടെ ഏറ്റവും താഴേക്കിടെ വന്നിട്ട് ഏറ്റവും ഉയർന്ന് ജീവിക്കുന്നവരാണ് ഇവരൊക്കെ. എന്നുവെച്ചാ പിച്ചക്കാരുടെ കാല് വരെ മൂക്കള വരെ പിഴിഞ്ഞിട്ട് പിന്നെ കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ പിന്നെ നിലയിലെത്തുമ്പോഴേ ഇവളുമാര് അങ്ങനെയാണ്. നമ്മൾ സാധാരണക്കാര് ജനങ്ങൾ ഇതിനെക്കാട്ടി മെച്ചമായിട്ടാണ് ജീവിക്കുക. നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ഒരു പാവം പിടിച്ച ഡ്രൈവർക്ക് ഇത്രയും ശമ്പളമേ ഉള്ളൂ. സാധാരണക്കാരനായ ഒരുത്തൻ ഇപ്പൊ ജീവിക്കണമെങ്കിൽ 1000 രൂപയെങ്കിലും വേണം. അതിനൊരു കൊച്ചുണ്ട്, അമ്മയുണ്ട്. അതുകൊണ്ട് ജീവിക്കണ ശമ്പളം ആ കൊച്ചു ചെറുക്കന് കൊടുക്കണം. ഈ മന്ത്രി എന്ന് പറയുന്ന ഗണേശൻ കുറച്ച് മര്യാദക്കാരനാന്നാ വിചാരിച്ചത്. അതിന് ഇഷ്ടംപോലെ ജീവിക്കാനുള്ള മുതലൊക്കെ ഉണ്ട്. ഈ അധികാരത്തിന് വേണ്ടിയിട്ടേ കണ്ണടച്ചിരിക്കുന്നത് ശരിയല്ല. കളഞ്ഞിട്ട് പോണം, നീതിക്ക് കൂട്ടു നിൽക്കണം.
നല്ല ആളുകൾ വേണം ഭരിക്കാൻ. നമ്മൾ പറയും, നമ്മള് മതമൊന്നും പറയല്ല, നമ്മുടെ പുരാണത്തിലൊക്കെ ഉണ്ട്, ഒരു ഭരണാധികാരി പ്രജകളെ പിതാവ് സംരക്ഷിക്കുന്നോളം സംരക്ഷിക്കും. ഇവളൊന്നും അതൊന്നും പഠിക്കുന്നവളല്ല. ഇവളൊക്കെ പറയുന്നത് നമ്മുടെ രാമായണം വായിക്കരുത്, ഭഗവത്ഗീത വായിക്കരുത്, അല്ലെങ്കിൽ ബൈബിള് വായിക്കരുത്. കാരണം ആളുകളെ ഇങ്ങനെ തെരുവിലിട്ട് കുറ്റം ചെയ്യാനും അടിച്ചു കൊല്ലാനും ഒന്നും ഒക്കത്തില്ല. പിള്ളേരും ഒരു തലമുറ നല്ലതായിട്ട് വരും. അതുകൊണ്ട് ഈ CPIM എന്ന് പറയുന്നതിന്റെ ചാനലിലെ വിളിച്ച് ഈ ആളുകളെ ചാനലിൽ സംസാരിപ്പിക്കണം. ഇതുപോലെ കള്ളം പറയുന്ന കള്ളന്മാര് ഒരു 3-4 എണ്ണം വന്നതിനകത്ത് ഇവന്മാരെ ചാനലിൽ വിളിക്കരുത് സാർ. നമുക്ക് പാർട്ടിയില്ല, നമുക്ക് വ്യക്തിപരമായിട്ട് നീതി ന്യായവും നടപ്പിലാക്കണം. ഇവളാരാ? ആ പാവം വിളിച്ചവനെ ചോദ്യം ചെയ്യുന്നു. അതിന്റെ വീട് ഇപ്പൊ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് അറിയാമോ? നാട്ടിൽ നല്ലത് വരണം, എല്ലാരും മാറി ചിന്തിക്കണം. കമ്മ്യൂണിസ്റ്റിനെതിരെ ഇവന്മാര് 10 പേരുണ്ടെന്നും പറഞ്ഞ് ഈ ജനങ്ങൾക്കൊന്നും ജീവിക്കണ്ടായോ? ഇന്ത്യ തല്ലിക്കൊല്ലും, കഴുത്ത് വെട്ടും. അത് പറയും. കുറച്ച് MP-മാരിരുന്ന വൃത്തികേട് ഒരു MP, എന്തോ അവന്റെ പേര്, റഹീമോ, അവനൊരു കൊച്ചു ഞങ്ങള് ചാനലിനകത്ത് കണ്ട് അവൻ കാണിക്കുന്ന പരിപാടി. ഇവനൊക്കെയാണ് സ്ത്രീ സമത്വം. സ്ത്രീക്ക്, ഞാന് സ്ത്രീയുടെ പക്ഷം, അനാവശ്യം ആരും കാണിക്കരുത്. സ്ത്രീക്ക് മാത്രം മതിയോ? പുരുഷനും വേണം ന്യായം, നീതി വേണ്ടായോ? പുരുഷന് നീതി വേണം. ഇപ്പൊ എന്റെ വീട്ടിലെ ഒരു മോനോ ആങ്ങളെയോ അല്ലെ അയൽപക്കക്കാരനോ ഈ അന്യദുഃഖത്തിൽ കരുണയുള്ളവർ മാത്രമേ ഭരണത്തിലിരിക്കാവൂ. ഇവളെയൊക്കെ അവനെ കണ്ടപ്പോ ഒരു നല്ല ചെറുക്കൻ, നമ്മളും ആ പ്രായമൊക്കെ കഴിഞ്ഞു വന്നവരല്ലയോ, അവക്കൊരു തോന്നലുണ്ടായി എന്നെ കാട്ടി ഒരു പരമസുന്ദരി ഈ കേരളത്തിലില്ലെന്ന്. നമ്മളൊരു ആവശ്യത്തിനെ രാജകൊട്ടാരത്തിൽ ചെന്നാലേ ആ അമ്മ മഹാറാണിയുടെയൊക്കെ സമീപനം കാണണം. വിനയം വേണം, ഗുരുത്വം വേണം. എന്തോ ഒരു ജീവിത രീതിയാ. എന്തിനാ ഇങ്ങനെ ഭരിക്കുന്നേ? ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കണം. ജനങ്ങൾക്ക് വേണ്ടിയേ നല്ലൊരു ജനത ഉണ്ടാകണമെങ്കിൽ ഈ കള്ളിയൊക്കെ ഇവകളെയൊക്കെ ശമ്പളം, ആ ഗണേശന്റെ ശമ്പളം, ഈ ഗണേശൻ മിണ്ടുന്നില്ലല്ലോ. ഞാൻ പുനലൂക്കാരിയാ, നമ്മുടെ പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ മന്ത്രിയാ. അയാള് കുറച്ച് ഒരു അമ്പലത്തിൽ വന്നാലും പാർട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് വോട്ടിന് വേണ്ടി അധികാരത്തിന് വേണ്ടിയും കുറച്ച് പണിഞ്ഞ് സംസാരിച്ചേച്ചങ്ങ് പോകും. അങ്ങനൊന്നുമല്ല. നമുക്ക് നാട്ടിൽ നീതി, സാധാരണക്കാർ ഇവരെക്കാട്ടിലൊക്കെ ഭംഗിയായിട്ടല്ലയോ നമ്മളൊക്കെ ജീവിക്കുന്നു. കൂലിവേലക്കാരനായാലും ഇവളൊക്കെ എല്ലാവരുടെയും കരോ എന്തുവാ, അല്ലാതെ ഇതൊക്കെ മേടിച്ച് തിന്ന് നമ്മുടെ നികുതിയും മേടിച്ച് തിന്നയുമ്പോ കാറിനകത്തും കയറി വിലസി. ഇവക്കടെ ഒരു ഭർത്താവെന്ന് പറയുന്നതുകൊണ്ട് അവൻ ഈ കൈക്കില്ല, ചെവിക്കല്ലിനൊന്നും കൊടുക്കാൻ കഴിവില്ലാത്തവൻ. അവനൊക്കെ ഇപ്പൊ അവള് കളയും. അവനെ ഒന്നും അവക്ക് വേണ്ട. ഈ ചെറുക്കനെ കണ്ടപ്പോ അവക്ക് എന്നെ കണ്ടപ്പോ അവനിങ്ങനെ തോന്നി, രാത്രി ഇരുട്ടത്ത്. അതുകൊണ്ടേ ചാനലിലിരുന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇല്ല, ശ്രീലങ്കയിലെ കൂട്ട് കേറണം. ജനങ്ങൾ കേറി ഇവന്റെ എല്ലാം അടിച്ച് പൊളിച്ച് എവിടെയൊക്കെ അങ്ങ് നമുക്ക് നല്ല സമാധാനമായിട്ട് ശുദ്ധമായിട്ട് ജീവിക്കണം. എറണാകുളത്തു നിന്നാണ്. നമ്മുടെ യദുവും മേയറമ്മയും തമ്മിലുള്ള ആ ഇഷ്യൂവിൻ്റെ ബേസിൽ തന്നെയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ സംസാരിക്കാൻ കാരണം ആ ബസ്സിലെ മെമ്മറി കാർഡിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അത് ഇൻസ്റ്റാൾ ചെയ്ത ടെക്നീഷ്യൻ പുറത്ത് വിട്ടിട്ടുണ്ട്. അത് ഞാൻ ഏതോ ഒരു ചാനലിൽ കാണാനിടയായി. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. സോ അക്കോർഡിംഗ് ടു ദ ടെക്നീഷ്യൻ, ബസ്സിൽ 3 ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതിൻ്റെ പർപ്പസ് അയാൾ പറയുന്നുണ്ട്. ബസ്സിൻ്റെ ഫ്രണ്ടിലുള്ള ആ സീൻസസ് ഒപ്പിയെടുക്കാനും പുറകിലുള്ള സീൻസസും അതുപോലെ ബസ്സിനകത്ത് പാസഞ്ചേഴ്സിൻ്റെ ഫുട്ബോർഡും പാസഞ്ചർ സീറ്റും, അല്ലാതെ ഡ്രൈവറിനെ ഫോക്കസ് ചെയ്തിട്ടല്ല അവിടെ ക്യാമറ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മെമ്മറി കാർഡ് കളവ് പോകേണ്ട ആവശ്യം ആർക്കായിരുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ സാറേ. ഇത് നമ്മുടെ ഈ മാപ്രാസിനും പോലീസിൻ്റെ കാര്യം പോട്ടെ, അവരിപ്പോൾ ഒരു ദേ ആർ ഡാൻസിങ് ടു ദ ട്യൂൺ ഓഫ് സംബഡി. നമ്മുടെ മാപ്രാസിനും ജുഡീഷ്യറിക്കും ഇതിനപ്പുറമൊക്കെ ഇനി തെളിവുകൾ വേണോ? രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഈ ബസ്സിലെ ഒരു പാസഞ്ചർ അന്നത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മേയർ അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ മെമ്മറി കാർഡും ഈ വീഡിയോ ഷൂട്ടും ഒന്നും ഉണ്ടാകാൻ പാടില്ല, അതൊരു തെളിവായിട്ട് നിലനിൽക്കാൻ പാടില്ല എന്നുള്ളത് ആരുടെ ആവശ്യമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അത് കുറ്റം ആരുടേതാണെന്നുള്ളതും ആരാണ് കള്ളം പറയുന്നത് എന്നുള്ളതും ഇതിൽ നിന്ന് തെളിവ് വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ഈ ആംഗിളിലൊന്നും ആരും അന്വേഷിക്കുന്നില്ലേ? അന്ന് ആ ഡിലീറ്റ് ചെയ്യപ്പെട്ട വീഡിയോ റിട്രീവ് ചെയ്താൽ മാത്രം പോരെ, വേറൊരു തെളിവ് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. പിന്നെ ഈ CCTVയും ഈ മെമ്മറി കാർഡും ഒന്നും ഇല്ലാതെ എത്രയോ വമ്പൻ കേസുകളാണ്
കേസുകളാണ് നമ്മുടെ കേരള പോലീസ് തെളിയിച്ചിട്ടുള്ളത്. ഇതൊന്നും ഇല്ലാത്ത സമയത്ത് എത്രയോ കേസുകൾ ഇവിടെ തെളിയിച്ച് ഇവരുടെ ആ ഒരു എഫിഷ്യൻസി അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കേപ്പബിലിറ്റി ഇവർ പ്രൂവ് ചെയ്തിട്ടുള്ളതല്ലേ നമ്മുടെ കേരള പോലീസ്. അപ്പോൾ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യാം. ഇവരെല്ലാം ചെയ്തിട്ട് ഈ സത്യം തെളിയിച്ച് നീതിയുടെ കൂടെ ഇവർക്ക് നിൽക്കാമായിരുന്നു, ജനങ്ങളെ അവർക്ക് രക്ഷിച്ചെടുക്കാമായിരുന്നു. പക്ഷേ ഇതിനൊന്നും അവർ തയ്യാറാവുന്നില്ല. പക്ഷേ ജുഡീഷ്യറിയെങ്കിലും ഇത് മനസ്സിലാക്കണ്ടേ, നമ്മുടെ നിയമവ്യവസ്ഥയെങ്കിലും ഇത് മനസ്സിലാക്കണ്ടേ. ആ പാവം മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ ഡ്രൈവർ ഡെയിലി വേജസിൻ്റെ വണ്ടി ഓടിച്ച് കുടുംബം പുലർത്തുന്ന ആ ഡ്രൈവറുടെ പുറകെ നിന്നുകൊണ്ട് അയാളെ ഇങ്ങനെ ഹറാസ് ചെയ്ത് അയാളെ മാക്സിമം ടോർച്ചർ ചെയ്ത് അതുവഴി ടെററൈസ് ചെയ്ത് പുള്ളിയെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഒന്നുകിൽ അയാൾ തൂങ്ങിച്ചാകണം, അല്ലെന്നുണ്ടെങ്കിൽ അയാൾക്ക് മെൻ്റലി പ്രോബ്ലം വന്ന് വല്ല ഭ്രാന്താശുപത്രിയിലും അടയ്ക്കണം. ഇതാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജയിലിൽ വിടാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ പ്രൂഫില്ല, അയാളെ നിരപരാധിയാണെന്നുള്ളത് ഇപ്പോൾ ജുഡീഷ്യറിക്ക് മനസ്സിലാകും. അതുകൊണ്ട് മാക്സിമം ഇയാളെ അങ്ങ് ടോർച്ചർ ചെയ്തും ഹറാസ് ചെയ്തും അങ്ങ് ഇയാളെ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഇവരുടെയൊക്കെ പിന്നിലെ വമ്പൻ ഗൂഢാലോചന. അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ ആ കണ്ടക്ടറുടെ ഡീറ്റെയിൽസ് കൂടുതൽ പുറത്ത് വിട്ടിട്ട് കണ്ടക്ടറുടെ ലൈവ് ഇൻ്റർവ്യൂസ് എടുക്കാൻ ഈ മാപ്രാസ് അതിന് തയ്യാറാവണം. അതിന് ഈ മാപ്രാസ് തയ്യാറാവണില്ലല്ലോ. എന്തിനാ ഇവർ ഈ ക്യാമറയും തൂക്കിയിട്ടുകൊണ്ട് നടക്കുന്നതെന്നുള്ളതാണ് മനസ്സിലാകാത്തത്. കുറച്ചെങ്കിലും ഒരു എത്തിക്സും മൊറാലിറ്റിയും വേണ്ടി ഇവരുടെ പ്രൊഫഷനോടുള്ളത്. എന്തൊരു നാറിയ വർഗ്ഗമായി ഈ മാപ്രാസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പം നമ്മൾ കാണുന്നത്. പിന്നെ ഒരു കാര്യം സാറേ, ഞാൻ ഇതിൽ നമ്മുടെ മന്ത്രി ഗണേശൻ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നിന്നുള്ള ഒരു ഡ്രൈവർക്കുണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ അയാളിതിലൊന്നും പറയുന്നില്ല, ഒന്നും ഇടപെടുന്നില്ല. കുറേ ഇങ്ങനെ പ്രസംഗിച്ച് നടന്ന ഒരു മനുഷ്യനല്ലേ, നീതി ന്യായം അതാണ് ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ക്യാമറയും തൂക്കിയിട്ട് 4 കയ്യടി കിട്ടാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ കൂടെ വലിയ ആളാവാൻ ചുമന്ന് നടന്ന ഒരു മനുഷ്യനില്ലേ അയാളിപ്പോൾ എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല? ഇങ്ങനത്തെ കാര്യത്തിലല്ലേ അയാൾ ഇടപെടേണ്ടത്? അല്ലാതെ വല്ല സ്ത്രീ വിഷയങ്ങളിൽ പുറകെ പോയിട്ട് അതുവഴി പബ്ലിസിറ്റി നേടിയെടുക്കാൻ ശ്രമിക്കാതെ ഇയാൾ ഇത്ര ഒരു പ്രസ്സിങ് ഇഷ്യൂ, ഇത് സമൂഹത്തിന് വളരെ നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ എല്ലാ പേർക്കും എഫക്റ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണിത്. സാധാരണ ജനങ്ങളുടെ ഒരു പ്രതീതിയാണ് നമ്മുടെ ഈ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പാർട്ടിയുടെ ബേസിൽ നോക്കാതെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ CPM കോൺഗ്രസ്സോ മുസ്ലിം ലീഗോ സ്വതന്ത്രനോ BJP ആ ഒരു സ്പെക്ട്രത്തിൽ കൂടെ നോക്കാതെ നമ്മൾ ഒരു സാധാരണ ജനത്തിൻ്റെ ആ ഒരു ലെൻസിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ യദു നിരപരാധിയാണെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ യദുവിന് ഇന്ന് നീതി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് ആർക്കും കിട്ടാൻ പോകുന്നില്ല. ഇത് എല്ലാവർക്കും ഇത് ബാധകമാണ്. ഇപ്പോൾ MLAയും MPയും മേയർമാരും ഒക്കെ എല്ലായിടത്തും ഉണ്ടാകും. അപ്പോൾ ഇവരെല്ലാം നാളെ ഇതിങ്ങനെ ഓരോന്ന് കാണിച്ചിട്ട് ഈ ജനങ്ങളെ ഇത് കുറ്റക്കാരാക്കി ജയിലിലടയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ജനാധിപത്യം അല്ല അത്. അപ്പോൾ നമ്മുടെ ഈ മന്ത്രി ഗണേശൻ അദ്ദേഹം മിണ്ടുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ പ്രതിപക്ഷ നേതാവ്. ഇതുപോലത്തെ ഒരു കഴുപ്പണം കെട്ട, പച്ച നാടൻ ഭാഷയിൽ പറഞ്ഞ കഴുപ്പണം കെട്ട സബ്സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. രമേശ് ചെന്നിത്തല ഇരുന്നത് വരെയും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഒരു VD സതീശൻ കൊണ്ട് ഒരാൾ കയറിയിട്ട് എന്ത് പ്രയോജനം ജനങ്ങൾക്ക്? ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പവറും പൊസിഷനും ഒന്ന് കാണിക്കുകയോ, അല്ലെങ്കിൽ ഇവരുടെ സ്ഥാനത്ത് CPM ആയിരുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ദിവസം മേയർ ആ സീറ്റിലിരിക്കുമായിരുന്നോ? ഇത്രയും മോശമായിട്ടുള്ള ട്രാക്ക് റെക്കോർഡുള്ള ഒരു മേയർ, എന്തോരം അഴിമതി കഥകൾ, എന്തോരം ദാർഷ്ട്യത്തിൻ്റെ തെളിവുകൾ, എത്ര പേരുടെ ജോലി അവർ തെറിപ്പിച്ചിട്ടുണ്ട്. നിർദാരുണ്യം. ഇവരാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ആ മേയർ സീറ്റിൽ ഇവർ ഇരുത്തുമായിരുന്നു. CPM ആണ് പ്രതിപക്ഷമായിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് സാറേ, ഈ കേരളം ഏത് രീതിയിലാണ് പോണത്? മുഖ്യമന്ത്രി ഇവിടെ നിന്ന് നാട് വിട്ട് ടൂർ അടിക്കാനെന്ന് പറഞ്ഞിട്ട് പോകുന്നു. അദ്ദേഹം ടൂർ അടിക്കാനാണോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഈ യാത്രയുടെ പുറകിൽ വേറെ എന്തെങ്കിലും പർപ്പസ് ഉണ്ടോ എന്നുള്ളത് ആരും അന്വേഷിക്കുന്നില്ല. അത് ഇവൻ മാപ്രാസ് പോലും അതൊന്നും അന്വേഷിക്കുന്നില്ല. അപ്പോൾ അത് വേറൊരു ഇഷ്യൂ. അപ്പോൾ ഇവിടെ ക്രമസമാധാനം ഹോം അയാളുടെ കയ്യിലാണ്. അപ്പോൾ ഇവിടുത്തെ ക്രമസമാധാന നില കംപ്ലീറ്റ് തകരാറാകപ്പെടും. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദി ആരാണ്? ഇത് നമ്മുടെ ഈ നാട് വളരെ 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 കുട്ടിച്ചോറായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം പോട്ടെ സാറേ, ഈ യദുവിന് നീതി കിട്ടണം. ഇതിന് നമ്മളെല്ലാവരും ശബ്ദം ഉയർത്തണം. സാഹചര്യ തെളിവുകളെല്ലാം മേയർക്കെതിരാണ്. ഇതിനപ്പുറം ഒരു തെളിവിൻ്റെ ആവശ്യമില്ല. ആ പാസഞ്ചറുടെ ഡിലീറ്റ് ചെയ്ത പാസഞ്ചറുടെ ആ വീഡിയോ റിട്രീവ് ചെയ്യണത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.